കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അയക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ചതിപ്രയോഗത്തിലൂടെ മമ്മൂട്ടിയുടെ അവസരം മറ്റൊരാൾ തട്ടിത്തെറിപ്പിച്ചുവെന്ന വാർത്തയാണിപ്പോൾ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ രാജ്യസഭ MP ആക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ആഗ്രഹം നടക്കാതെ പോയതെന്ന വിവരം തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷറഫ്. ഇപ്പോൾ കഴിയുന്നതും വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനാണ് മമ്മൂട്ടി ആഗ്രഹിക്കുന്നതെന്നും സംവിധായകൻ പറയുന്നു. കൈരളി ചാനൽ ചെയർമാനായ മമ്മൂട്ടിയെ രാജ്യസഭയിൽ അയക്കുവാനായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ താൽപ്പര്യപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് കൈരളി ചാനൽ MD ആയ ജോൺ ബ്രിട്ടാസാണ് രാജ്യസഭ MP ആയത്. പിണറായിക്ക് മമ്മൂട്ടിയോട് പ്രത്യേക വാത്സല്യവും സ്നേഹവും ഉണ്ടെന്നും താൻ വെളിപ്പെടുത്തുന്ന കാര്യം ചിലർക്ക് വിശ്വാസയോഗ്യമായി തോന്നിയില്ലെങ്കിലും സത്യത്തെ സ്വർണ്ണപാത്രം ഉപയോഗിച്ച് മൂടിവെച്ചാലും ഒരു നാൾ മറനീക്കി പുറത്തുവരുമെന്നത് തീർച്ചയാണെന്നതും ആലപ്പി അഷറഫ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ തീരുമാനം ചിലരെ അലോസരപ്പെടുത്തി. അതിൽ മമ്മൂട്ടിയുടെ വിശ്വസ്തനായ സ്നേഹിതൻ ഒരിക്കൽ മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കുന്നു. അന്നത്തെ ഒരു പ്രധാന വിഷയം സംസാരിക്കുവാൻ മമ്മൂട്ടിയെ അപ്പോൾ ഫോൺ ചെയ്യുന്നു. മമ്മൂട്ടി ആ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കുന്നു. മമ്മൂട്ടി ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ സ്നേഹിതൻ ഫോൺ സംഭാഷണം സ്പീക്കർ ഫോണിലാക്കി മുഖ്യമന്ത്രിയെയും കേൾപ്പിക്കുന്നു. മമ്മൂട്ടി ഇതൊന്നും അറിയാതെ മുഖ്യമന്ത്രിയെ നിശ്ചിതമായി തന്നെ വിമർശിച്ചു. എന്താണ് മുഖ്യമന്ത്രി കാണിക്കുന്നത്? അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ? ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ മമ്മൂട്ടി ചോദിക്കുന്നത് പിണറായി നേരിട്ട് തന്നെ കേൾക്കുന്നു. ഇത് കേട്ട് മുഖ്യമന്ത്രി അസ്വസ്ഥനാവുകയും മുഖത്ത് ഭാവമാറ്റം ഉണ്ടാവുകയും ചെയ്തു. അതേസമയം മമ്മൂട്ടിയെക്കുറിച്ച് ആരും മോശമായി സംസാരിക്കുന്നത് ഇഷ്ടമില്ലാത്തയാളാണ് മുഖ്യമന്ത്രി. ഒരിക്കൽ ഡൽഹിയിൽ ചാനൽ മീറ്റിംഗിൽ വെച്ച് മമ്മൂട്ടിയെക്കുറിച്ച് ആരോ സംസാരിച്ചപ്പോൾ പിണറായി വിജയൻ ദേഷ്യത്തോടെ ഇരിയട എന്ന് പറഞ്ഞത് ചാനലിലൂടെ കണ്ടതല്ലേ? മമ്മൂട്ടിയുടെ വിമർശനം കേട്ട പിണറായി ഒരക്ഷരം പിന്നെ മിണ്ടിയില്ല. ആ സ്നേഹിതൻ വന്ന കാര്യം ഭംഗിയായി നിർവഹിച്ച സന്തോഷത്തിൽ മടങ്ങിപ്പോയി. പിന്നീട് ഈ വിവരം മമ്മൂട്ടിക്കാരോ ചോർത്തി കൊടുത്തു. താൻ വിശ്വസിച്ച സ്നേഹിതൻ തന്നെ ചതിച്ചുവെന്ന് മനസ്സിലായി. ഒട്ടും താമസിയാതെ മമ്മൂട്ടി ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു. താൻ അങ്ങനെ സംസാരിക്കുവാനുള്ള കാരണം വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. ഞാനീ പറഞ്ഞ വിവരം പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കിടയിൽ പരസ്യമായ രഹസ്യമാണെന്നും ആലപ്പി അഷറഫ് പറഞ്ഞു.